വെൽക്കം ബാക്ക് ടു ഷിദാസ് ടോക്ക്. ഡിയേഴ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ യൂണിറ്റിലുള്ള 3ാമത്തെ ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ലഭ്യമാണെങ്കിൽ ദയവായി ഒന്ന് ഹൈപ്പ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. First question, how did Kalam stay in touch with the news from India on his travel abroad? Answer, while traveling abroad, Kalam stayed in touch with the news from India by going online and reading news articles, magazines and newspapers. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യക്ക് പുറത്തുള്ള യാത്രകളിൽ കലാം എങ്ങനെയാണ് ഇന്ത്യയിലെ വാർത്തകളുമായി ഒരു ബന്ധം പുലർത്തിയത്? അതിൻ്റെ ആൻസർ നമ്മളോട് പറയുന്നത്, വിദേശ യാത്രകളിൽ ആയിരിക്കുമ്പോൾ കലാം ഓൺലൈനിലൂടെയും വാർത്താ ലേഖനങ്ങൾ, മാസികകൾ, പത്രങ്ങൾ എന്നിവയൊക്കെ വായിച്ചും കൊണ്ടുമാണ് ഇന്ത്യയിലെ വാർത്തകളുമായി ബന്ധം പുലർത്തിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ എ ഫ്യൂ പീപ്പിൾ ഹു ഇൻഫ്ലുവൻസ്ഡ് കലാംസ് ഏർലി ലൈഫ്. ആൻസർ, Kalam's cousin Shamsuddin, who ran the newspaper agency, and his friend Jalaluddin greatly influenced his early life. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് കലാമിൻ്റെ ബാല്യകാല ജീവിതത്തെ സ്വാധീനിച്ച ആൾക്കാരുടെ പേര് പറയാനാണ്. അപ്പോൾ പത്രവിതരണം നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഷംസുദ്ദീനും സുഹൃത്തായ ജലാലുദ്ദീനുമാണ് കലാമിൻ്റെ ബാല്യകാല ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇഫക്റ്റ് ഓഫ് ദ സാങ്ഷൻസ് ഓൺ കലാംസ് ഫാമിലി? ഹൗ ഡിഡ് ദ ഫാമിലി കോപ്പ് വിത്ത് ദിസ്? ആൻസർ, ദ സാങ്ഷൻസ് ഡ്യൂറിംഗ് വേൾഡ് വാർ II made it difficult for Kalam's family to get food, clothes and other necessities. His mother and grandmother reduced their own food so that the other family members could eat. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാങ്ഷൻസ് അല്ലേ, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കലാമിൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് ഈ ഉപരോധം ബാധിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതിലൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ആ കുടുംബം എങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നും. ആൻസറിൽ എന്താ പറയുന്നത്? 2ാം ലോക മഹായുദ്ധകാലത്തെ ഉപരോധങ്ങൾ കാരണം കലാമിൻ്റെ കുടുംബത്തിന് ഭക്ഷണം, വസ്ത്രം, മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഭക്ഷണം ലഭിക്കാനായി അദ്ദേഹത്തിൻ്റെ അമ്മയും മുത്തശ്ശിയും സ്വന്തം ഭക്ഷണം കുറക്കുകയാണ് ചെയ്തത്. ആ രീതിയിലാണ് ആ കുടുംബം അതിനെ നേരിട്ടത്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, why does young Kalam say my enthusiasm knew no bounds? Answer, young Kalam says this because he was very happy and excited to earn money and help his family. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് ചെറുപ്പക്കാരനായ കലാം പറയുന്നത് എന്തുകൊണ്ട്? അതിലെ ആൻസർ എന്താണ്? തൻ്റെ കുടുംബത്തെ സഹായിക്കാനും പണം സമ്പാദിക്കാനും കഴിഞ്ഞതിൽ കലാം വളരെ സന്തോഷവും ആവേശവും അനുഭവിച്ചതിനാലാണ് അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കണ്ടീഷൻ പോസ്ഡ് ബൈ ദ മാത്തമാറ്റിക്സ് ടീച്ചർ ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഇമ്പാക്ട് കലാംസ് ഡെയിലി ഷെഡ്യൂൾ? ആൻസർ, ദ മാത്തമാറ്റിക്സ് ടീച്ചർ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ സ്റ്റുഡൻറ് ഷുഡ് കം ടു ഹിസ് ഹൗസ് അറ്റ് dawn after taking a bath. So Kalam had to wake up very early. He returned home by 5 a.m. after the tuition and then attended the Arabic class. After that, he went to the railway station to collect the newspaper bundles. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗണിത അധ്യാപകൻ മുന്നോട്ട് വെച്ച നിബന്ധന എന്തായിരുന്നു? അത് കലാമിൻ്റെ ദിനചര്യയെ എങ്ങനെ ബാധിച്ചു? ആൻസർ,
കുളിച്ച് പുലർച്ചെ തന്നെ തൻ്റെ വീട്ടിലെത്തണമെന്നാണ് ഗണിത അധ്യാപകൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത്. അതിനാൽ കലാമിന് വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു. ട്യൂഷൻ കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് വീട്ടിലെത്തി തുടർന്നും അറബി സ്കൂളിൽ പോയി. അതിനുശേഷം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്രക്കെട്ടുകൾ ശേഖരിക്കുന്നതിനായി പോകുമായിരുന്നു. ഈ ഒരു രീതിയിലാണ് അദ്ദേഹം ആ സമയത്ത് ഷെഡ്യൂള് ക്രമീകരിച്ചത്. നെക്സ്റ്റ് 6th question. How did Kalam go about the work of newspaper distribution? Answer. Kalam collected the newspaper bundles from the railway station. Then he sorted the newspaper according to the areas and delivered them to the subscribers every morning before going to school. നമ്മുടെ 6th ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കലാം എങ്ങനെയാണ് പത്രവിതരണ ജോലി ചെയ്തിരുന്നത്. കലാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്രക്കെട്ടുകൾ ശേഖരിക്കുകയാണ് ചെയ്തിരുന്നത്. തുടർന്ന് അവ പ്രദേശങ്ങൾ അനുസരിച്ച് തരംതിരിച്ച് വരിക്കാർക്ക് വിതരണം ചെയ്തു. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ജോലി പൂർത്തിയാക്കുമായിരുന്നു. നെക്സ്റ്റ് 7th question. 7th question എന്താണ്? ന്യൂസ് പേപ്പേഴ്സ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ് ഫോർ യങ് കലാം. ഡു യു എഗ്രി? ഗിവ് റീസൺസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? യെസ്, ഐ എഗ്രി. ന്യൂസ് പേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് കലാം ടു ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്, World War II and great leaders like Gandhiji and Pandit Nehru. They helped him learn about the world beyond his small town. 7th question എന്ന് പറയുന്നത് പത്രങ്ങൾ ചെറുപ്പക്കാരനായ കലാമിന് പുതിയ ലോകങ്ങൾ തുറന്നു കൊടുത്തു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം പറയുക. അതിൻ്റെ ആൻസർ വരുന്നത് അതെ, ഞാൻ യോജിക്കുന്നു. പത്രങ്ങളിലൂടെ കലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, 2ാം ലോക മഹായുദ്ധം, ഗാന്ധിജിയും പണ്ഡിറ്റ് നെഹ്റുവും പോലുള്ള മഹാന്മാരെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. അതിലൂടെ തൻ്റെ ചെറിയ പട്ടണത്തിനപ്പുറമുള്ള വലിയ ലോകത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. Then 8th question. Kalam says he grew taller and browner in a year. What does this suggest? Answer. This suggests Kalam's maturity and personal development. The word taller may represent his growth in terms of responsibility and experience, while browner reflects his hard work and his exposure to the outside world. The phrase taller and browner also highlight his physical growth and the tan he got from working outdoor as a newspaper boy. ഒരു വർഷത്തിനുള്ളിൽ താൻ ഉയരവും കൂടുതൽ ഇരുണ്ട നിറവും ഉള്ളവനായി മാറിയെന്ന് കലാം പറയുന്നു. ഇതിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇതിനെ നമുക്ക് ലിറ്റററി മീനിങ് ആയിട്ടും ഇന്നർ മീനിങ് ആയിട്ടും എടുക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് നമ്മളുടെ ആൻസറും എഴുതിയിരിക്കുന്നത്. ഇത് കലാമിൻ്റെ പക്വതയും വ്യക്തിത്വ വികാസവും സൂചിപ്പിക്കുന്നു. ടോളർ എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്ത ബോധത്തെയും അനുഭവ സമ്പത്തിലുണ്ടായ വളർച്ചയെയും പ്രതിനിധീകരിക്കുന്നു. ബ്രൗണർ എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെയും പുറം ലോകത്തിലെ വെല്ലുവിളികളായുള്ള സമ്പർക്കത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ടോളർ ആൻഡ് ബ്രൗണർ എന്നത് നമുക്ക് ഡയറക്റ്റ് മീനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക വളർച്ചയെയും പത്രവിതരണ ജോലിയുടെ ഭാഗമായി പുറത്ത് ജോലി ചെയ്തതിലൂടെ ഉണ്ടായ ആ ഒരു നിറം മാറ്റത്തെയും കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇനി ഈ ഒരു ഭാഗത്തുള്ള വൈൽ വി റീഡിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലെ 9th question എന്താണ്? How was Kalam able to ignore the intense tiredness at the end of each day? Answer. Kalam ignored his tiredness because he loved his work and was happy to help his family. His mother's pride in him and his sense of responsibility gave him the strength to continue. നമ്മുടെ വൈൽവീരിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓരോ ദിവസവും അവസാനിക്കുമ്പോഴുണ്ടാകുന്ന കഠിനമായ ക്ഷീണം കലാമിന് എങ്ങനെ അവഗണിക്കാൻ കഴിഞ്ഞു? കലാമിന് തൻ്റെ ജോലി വളരെ ഇഷ്ടമായിരുന്നു. കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്നതിൽ അദ്ദേഹം അഭിമാനിച്ചു. അമ്മയുടെ ആ ഒരു
രഹസ്യമായ അഭിമാനവും തൻ്റെ ഉത്തരവാദിത്വ ബോധം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. അതായത് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, രഹസ്യമായി തൻ്റെ മകൻ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് ആ ഒരു കുടുംബത്തെ കൂടി സംരക്ഷിക്കുന്നതിൽ രഹസ്യമായി അമ്മ അഭിമാനിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും ആ ഒരു ഉത്തരവാദിത്വ ബോധവും കലാമിനെ പ്രചോദിപ്പിച്ചു. അതുകൊണ്ടാണ് ആ ക്ഷീണം അവഗണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇനി ഇതിൽ തന്നെ നമുക്ക് വരുന്ന ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്ത് നമ്മളോട് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസറും കൂടെ നമുക്കൊന്ന് നോക്കാം. വാട്ട് മോട്ടിവേറ്റഡ് അബ്ദുൽ കലാം ടു ടേക്ക് ഓൺ ന്യൂസ് പേപ്പർ ഡെലിവറി? അപ്പോൾ എന്താണ് നമ്മുടെ അബ്ദുൽ കലാമിനെ ആ ഒരു ന്യൂസ് പേപ്പർ ഡെലിവറി ഏറ്റെടുക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തത് എന്നതാണ് ചോദ്യം. ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ആൻസർ വരുന്നത് ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. ഫാമിലിയെ സഹായിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അത് ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് അബ്ദുൽ കലാം ഫേസ്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്? അപ്പോൾ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ് ആയിരുന്നപ്പോൾ അബ്ദുൽ കലാം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഇതിലുള്ള എ ആൻസറാണ്, എ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ വരിക. ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്. പഠനവും വർക്കും തമ്മിൽ ബാലൻസ് ചെയ്യേണ്ടതായിരുന്നു അബ്ദുൽ കലാം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മേജർ ഇഫക്റ്റ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് ഓൺ കലാംസ് ഫാമിലി? എന്തായിരുന്നു വേൾഡ് വാർ സെക്കൻഡ് കലാമിൻ്റെ ഫാമിലിയിൽ ഉണ്ടാക്കിയ വലിയ ഇഫക്റ്റ്? അതോടെ നമ്മുടെ ബി ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാഡ് ടു റേഷൻ ഫുഡ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നു അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഡിഡ് കലാം ഡെവലപ്പ് ബൈ ന്യൂസ് പേപ്പർ ഡെലിവറി? ആ ഒരു ന്യൂസ് പേപ്പർ ഡെലിവറിയിലൂടെ കലാം നേടിയെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്കിൽ എന്തായിരുന്നു? ആൻസർ ഇതിലെ സി ആണ്, ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് റിവൈൻഡിൽ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റൂട്ടീൻ? ആൻസർ, Kalam's mother supported him by waking him up early in the morning for his tuition classes. She helped him get ready by making sure he had a bath and was prepared on time. She also gave him a simple and nourishing breakfast before he went to school. Her care and support helped Kalam follow his daily routine successfully. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കലാമിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ അമ്മ എന്താണ് ചെയ്തത്? അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതിയിരിക്കുന്നത് കലാമിൻ്റെ അമ്മ അദ്ദേഹത്തെ ട്യൂഷന് പോകാൻ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. കുളിച്ചൊരുങ്ങിയ സമയത്ത് പോകാൻ ആവശ്യമായ സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തു. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ലളിതവും പോഷകസമൃദ്ധവുമായ പ്രഭാത ഭക്ഷണവും ഒരുക്കി കൊടുക്കുമായിരുന്നു. അവരുടെ സ്നേഹവും പിന്തുണയും കലാമിനെ തൻ്റെ ദൈനംദിന ജീവിതക്രമം വിജയകരമായി പാലിക്കാൻ സഹായിച്ചു. Then second question, Kalam balanced his work and school, playing his part in a way that truly mattered. What is your opinion on children evolving into responsible members of the family? Answer, I think children should become responsible members of the family, just like Kalam. Helping at home teaches them responsibility, discipline, and teamwork. It also makes them feel proud of their contributions and helps them learn to manage their time well. Responsible children grow into caring and independent adults. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കലാം തൻ്റെ ജോലിയും പഠനവും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ പങ്ക് അർത്ഥവത്തായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്തു. കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള അംഗങ്ങളായി കുട്ടികൾ വളരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് നമ്മളിപ്പോൾ ആൻസർ എഴുതിയിരിക്കുന്നത് കലാമിനെ പോലെ കുട്ടികൾ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള അംഗങ്ങളായി വളരുന്നത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു.
വീട്ടിലെ കാര്യങ്ങളിൽ സഹായിക്കുന്നത് കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധവും അച്ചടക്കവും സഹകരണ മനോഭാവവും വളർത്തുന്നു. സ്വന്തം സംഭാവനകളിൽ അഭിമാനം തോന്നാനും സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കാനും ഇത് അവരെ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള കുട്ടികൾ പിന്നീട് കരുത്തിലുള്ളവരും സ്വതന്ത്രമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാറുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഈ ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൽ ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളും ഗ്രാമർ പാർട്ടൊക്കെ ഇനിയും നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ചെയ്യാനുണ്ട്. നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഇന്ന് ഇത്ര വരെ എടുത്തുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഹൈപ്പ് ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.